ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു മസൂർ ദാലാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇതിനെ ചുവന്ന പരിപ്പ് എന്നാണ് കേട്ടോ പറയുക. ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത്. അത് ഇതേപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നല്ല പൊടി രൂപത്തിൽ പൊടിച്ചെടുക്കണം കേട്ടോ. ഈ മസൂർ ദാലിന്റെ പൊടിയിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 2 സ്പൂൺ മസൂർ ദാലിന്റെ പൊടി 1 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ തേനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല തേൻ ചേർത്ത് കൊടുക്കാൻ നോക്കുക. നല്ല തേനില്ലെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഒരു പാക്ക് മിക്സ് ചെയ്യാനായിട്ട് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണ് അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ തൈര് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. അതല്ല നിങ്ങളൊരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തൈരിന് പകരം പാൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു പാക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഈ പാക്ക് ഫേസിലാണ് ഇടുന്നത്. ഫേസിൽ മാത്രമല്ല ഞാൻ കയ്യിലും കൂടി ഇടാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ അരിപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സ്ക്രബിങ്ങോ വേറെ സ്റ്റെപ്പോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒരു അരിപ്പൊടി നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് ഈ ഒരു പാക്കിൽ തരുന്നത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് നമുക്ക് സ്ക്രബിങ് ആയിട്ട് വേറൊരു സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് നല്ല രീതിക്ക് തന്നെ, അതായത് നല്ല അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫേസിൽ മാത്രമല്ല ഞാൻ കഴുത്തിലേക്ക് നന്നായിട്ട് ഇറക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തേക്കും നല്ല രീതിക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയിലുമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കയ്യിലേക്ക് അപ്ലൈ ചെയ്യാം. കയ്യിലും ഞാൻ ഈ മുട്ട് വരെ മാത്രമല്ല കൈ ഫുള്ളായിട്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കഴുത്തിലും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫേസും കഴുത്തും 2 കളറായിട്ട് ഇരിക്കട്ടെ. അതുകൊണ്ട് എന്ത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2 കൈയിലും നല്ല രീതിക്ക് തന്നെ നല്ല കട്ടിയിൽ തന്നെ ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാലിൽ വേണമെന്നുണ്ടെങ്കിൽ കാലിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. 2 കൈയിലും അതുപോലെ തന്നെ ഫേസിലും കഴുത്തിലും ഒക്കെ ഞാൻ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആവാനായിട്ട് ഞാൻ വിട്ടിട്ടില്ല. എന്നാലും അത്യാവശ്യം പാക്ക് പിടിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. നേരെ പോയിട്ട് തന്നെ ഞാൻ പാക്ക് റിമൂവ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എന്താ പറയുക പാക്ക് റിമൂവ് ചെയ്യണം കേട്ടോ. ഇതിൽ അരിപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ആ ഒരു സ്ക്രബ് എഫക്റ്റ് കൂടി നമുക്ക് ഈ ഒരു പാക്കിൽ കിട്ടും കേട്ടോ. അതേ ഞാൻ കയ്യിലത്തെ ഫുള്ള് റിമൂവ് ചെയ്തതിന് ശേഷം കഴുകി വന്നിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് ഫേസിലത്തത് റിമൂവ് ചെയ്യാം. ഫേസിലത്തെ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇതേപോലെ വെള്ളം നൈസായിട്ട് തൊട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒപ്പി കൊടുക്കില്ലേ നമ്മൾ വെള്ളം, അതേപോലെ ഒപ്പി കൊടുത്തതിന് ശേഷം ഫേസിൽ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അരിപ്പൊടി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സ്ക്രബിങ് എഫക്റ്റ് കൂടി നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കാനും അതേപോലെ തന്നെ ഫേസിലുള്ള അഴുക്കൊക്കെ കളയാനായിട്ടും ഫേസ് നന്നായിട്ട് ഒരു വൈറ്റനിങ് തരാനൊക്കെ ആയിട്ട് നല്ല ഹെൽപ്പ് കിട്ടും. അത് മാത്രമല്ല നമ്മുടെ ഫേസിൻ്റെ അവിടെ മൂക്കിൻ്റെ അവിടേക്കുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോവാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇത്. അങ്ങനെ ഞാൻ ഫേസ് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ക്ലീനിങ് സ്പോഞ്ച് എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ കൂടി ആ ഒരു ഡിഫറൻസ് എത്രത്തോളം മനസ്സിലാവും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. നല്ല എന്താ പറയുക സ്കിന്ന് നല്ല സോഫ്റ്റ് ആയ പോലെയും ഫേസിലുണ്ടാവുന്ന അഴുക്കൊക്കെ പോയി അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയപ്പോൾ നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള പോലെയാണ് എനിക്ക് എൻ്റെ ഫേസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഫേസ് നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് വരാണ് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ട്, സൺ ടാൻ അടിച്ചിരിക്കുന്ന ആ ഒരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ടാണ്. അതും ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടാണ്. മാസത്തിൽ ഒരു 4 തവണയൊക്കെ ഈ ഒരു പാക്ക് നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ ഫേസ് നല്ല അടിപൊളിയായിട്ട് വൈറ്റനിങ് ചെയ്തെടുക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യുന്ന പോലെ നല്ല സോഫ്റ്റ് ആയ പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.